വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് SCERT ക്ലാസ് 5 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ റെയിൻ ഇൻ സമ്മർ എന്ന ചാപ്റ്ററിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ്. മലയാളം എക്സ്പ്ലനേഷനോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂ വേർഡ്സും ഉൾപ്പെടുത്തിയ ഒരു ഡീറ്റെയിൽ ക്ലാസ് തന്നെയാണ് സ്കൂൾഷിപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. So let's get started. About the poet. ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ എന്ന അമേരിക്കൻ പോയറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന റെയിൻ ഇൻ സമ്മർ എന്ന പോയം എഴുതിയിട്ടുള്ളത്. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. റെയിൻ ഇൻ സമ്മർ, വേനൽ മഴ. Here is a poem that tells you about the beauty of rain. Read and appreciate. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മഴയുടെ ബ്യൂട്ടിയെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച്, മനോഹാരിതയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പോമാണ് നമുക്ക് പഠിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് വായിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വായിച്ച് മനസ്സിലാക്കി അത് ആസ്വദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. How beautiful is the rain after the dust and heat, in the broad and fiery street, in the narrow lane. How beautiful is the rain. എന്താണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞിട്ടുള്ളത്? ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ. അപ്പൊ നമ്മുടെ പോയിന്റ് പറയുകയാണ്, എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ് ഈ മഴ, അല്ലെ? ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ്, ഇൻ ദ ബ്രോഡ് ആൻഡ് ഫയറി സ്ട്രീറ്റ്, ഇൻ ദ നാരോ ലെയിൻ. അപ്പോൾ ഏത് സാഹചര്യത്തിൽ നിന്നാണ് നമ്മുടെ പോയിന്റ് ഈ റെയിനിനെ കുറിച്ച് ഇങ്ങനെ വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നത്? വളരെയധികം വേനൽ ചൂടും അതുപോലെ തന്നെ വേനലിലെ പൊടിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മഴ കിട്ടുന്നത്. അതുകൊണ്ടാണ് പോയിന്റ് പറയുന്നത്, ഇത്രയധികം പൊടിക്കും ഇത്രയധികം ചൂടിനുമെല്ലാം ശേഷം ഈ തെരുവിൽ, വിശാലമായ ഈ തെരുവിൽ, ഈ ജ്വലിക്കുന്ന തെരുവിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ ചുട്ടുപഴുത്ത ചുട്ടുപൊള്ളുന്ന ഈ തെരുവില്, ഈ ഒരു ഇടുങ്ങിയ ഇടവഴിയില് എത്ര മനോഹരമാണ് മഴ എന്നാണ് പോയിന്റ് പറയുന്നത്. അപ്പം നമുക്കറിയാം, കടുത്ത വേനൽ ചൂടിന് ശേഷം ഒരു മഴ കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താണ്, വളരെയധികം സന്തോഷമാണല്ലേ? അതുവരെ ഉണ്ടായിരുന്ന ആ ചൂടും പുകച്ചിലും അതുപോലെ തന്നെ പൊടിയും എല്ലാം മാറി ആ ചുട്ടുപഴുത്ത ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു മഴ കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം, അതാണ് പോയിന്റ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്, പങ്കുവെക്കുന്നത്. ഓക്കെ. How it clatters along the roofs like the tramp of hoofs, how it gushes and struggles out from the throat of the overflowing spout. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? How it clatters along the roofs. എങ്ങനെയാണ് ഈ മഴ പെയ്ത് അത് മേൽക്കൂരകളിൽ ക്ലാറ്റർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ക്ലാറ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാറ്റിൽ, ക്ലാറ്റർ, ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കുറേയധികം സമയം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുന്നതിനെയാണ് പറയുന്നത്. നമുക്കറിയാം, മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മേൽക്കൂരയിൽ മഴവെള്ളം ഇങ്ങനെ വീഴുമ്പോൾ എന്താണ്, നമ്മളിങ്ങനെ നിർത്താതെ ആരോ കൊട്ടുന്നത് പോലെ തോന്നും, അല്ലേ? അപ്പൊ അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ക്ലാറ്റർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ട്. അത് മാത്രമല്ല, പോയിന്റ് ഇവിടെ പറയുന്നത് ഇങ്ങനെ മേൽക്കൂരകളിൽ മഴ ഇങ്ങനെ വന്ന് കൊട്ടുന്നത് എന്തുപോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലൈക്ക് ദി ട്രാമ്പ് ഓഫ് ഹൂവ്സ്. അതായത് കുതിരകളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അല്ലെ? കുതിരകളൊക്കെ ഓടുമ്പോ എങ്ങനെയാണ് ഒരു സൗണ്ട് കേൾക്കും, അല്ലെ? കുതിരകളുടെ കുളമ്പടി ശബ്ദം എന്ന് നമ്മൾ അതിനെ പറയും. അപ്പോ ഈ കുതിരകൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴുള്ള കുളമ്പടി ശബ്ദം, അതൊരു റിതമിക് ആയിട്ടുള്ള വളരെ താളത്തിലുള്ളൊരു സൗണ്ടാണ്. അപ്പൊ അതുപോലെയാണ് മഴ ഇങ്ങനെ മേൽക്കൂരയിൽ വന്ന് വീഴുന്നത് എന്നാണ് നമ്മുടെ പോയിന്റ് പറയുന്നത്. കുതിരക്കുളമ്പടി ശബ്ദം പോലെ മഴ ഇങ്ങനെ മേൽക്കൂരയിൽ നിർത്താതെ വന്ന് കൊട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പോയിന്റ് പറഞ്ഞത്. How it gushes and struggles out from the throat of the overflowing spout. ഇനി പോയിന്റ് പറയുന്നത്, പോയിന്റിന്റെ ഒരു അത്ഭുതമാണ് കേട്ടോ. എന്താണ്? എങ്ങനെയാണ് മഴ ഇങ്ങനെ ഈ ക്ലൗഡ്സിൽ നിന്ന് താഴേക്ക് വീണത് എന്നതിനെ കുറിച്ചുള്ള ഒരു അത്ഭുതമാണ്. അത് പോയിന്റ് കുറച്ച് എന്താണ്, ഇമാജിനേഷൻ ഒക്കെ വെച്ച് പറഞ്ഞതേ ഉള്ളൂ. പോയിന്റ് പറയുന്നത്, വെള്ളം ചീറ്റാൻ വേണ്ടിയുള്ള ഒരു കുഴല്, ഒരു ജലനാളി, അതിന്റെ കഴുത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ പറയുന്ന വെള്ളം, ഈ കാണുന്ന വെള്ളമെല്ലാം ഇങ്ങനെ എന്താണ് പുറത്തേക്ക് ചാടിയത് എന്നാണ് പോയിട്ട് അത്ഭുതപ്പെടുന്നത്. ശരിക്കും ആ ജലനാളി അല്ലെങ്കിൽ ആ പീച്ചാങ്കുഴൽ എന്നൊക്കെ പറയുന്നത് എന്തിനെയാണ്? ക്ലൗഡിനെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എങ്ങനെയാണ് ഈ ക്ലൗഡ്സിന്റെ ഉള്ളിൽ നിന്നും ഈ വെള്ളമെല്ലാം താഴേക്ക് വന്നത് എന്നാണ് പോയിട്ട് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആ വേർഡ് മീനിങ്സ് ശ്രദ്ധിക്കാം. Across the window pane it pours and pours, and swift and wide with a muddy tide, like a river down the gutter rolls the rain, the welcome rain.
നോക്കൂ, അക്രോസ് ദ വിൻഡോ പെയിൻ ഇറ്റ് പോഴ്സ് ആൻഡ് പോഴ്സ്. അപ്പോ ജനൽപ്പാളികൾക്ക് കുറുകെ മഴ ഇങ്ങനെ എന്താണ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പെയ്തിങ്ങനെ തിമിർക്കുകയാണ്. And swift and wide with a muddy tide, like a river down the gutter rolls the rain, the welcome rain. ഇനി പറയുന്നത്, നമുക്കറിയാം മഴവെള്ളമൊക്കെ കളക്ട് ചെയ്ത് താഴെ എത്തിക്കുന്നതിന് വേണ്ടി എന്താണ്, മേൽക്കൂരകൾക്ക് താഴെ നമ്മൾ എന്ത് സ്ഥാപിക്കാറുണ്ട്, ഗട്ടേഴ്സ് കൊടുക്കാറുണ്ട് അല്ലെ, മഴവെള്ള പാത്തികളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ മഴവെള്ള പാത്തികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ മഴവെള്ളം കൊണ്ടുപോകുന്ന ഈ ചെറിയ ചാനൽസ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതെങ്ങനെയായിരിക്കും. കുറേയധികം ഇലകളും അല്ലെങ്കിൽ ചെളിയും ഒക്കെ നിറഞ്ഞിട്ട് ഒരു മഡി റിവർ പോലെ ആയിരിക്കും അല്ലെ തോന്നുക. ഒരു മഴയത്ത് കുത്തിയൊലിച്ച് വരുന്ന ഒരു റിവർ പോലെ തോന്നും. അപ്പോൾ പോയിട്ട് ഇവിടെ പറയുന്നതും അത് തന്നെയാണ്. ഈ ഗട്ടേഴ്സിലൂടെ ഇങ്ങനെ മഴവെള്ളം താഴേക്ക് കൊണ്ടുപോകാനുള്ള ഈ ഗട്ടേഴ്സിലൂടെ, ചാനൽസിലൂടെ മഴവെള്ളം എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വലിയൊരു പുഴയിലെ ചെളി നിറഞ്ഞ വെള്ളത്തിന്റെ അലകൾ പോലെ എന്നാണ് പോയിട്ട് പറയുന്നത്. എന്നിട്ട് അതെങ്ങനെയാ, സ്വിഫ്റ്റ്, വേഗത്തിലും അതുപോലെ തന്നെ വൈഡായിട്ടും എന്താണ്, വളരെയധികം ഏരിയ കവർ ചെയ്ത് പോകുന്ന പുഴ പോലെ ഈ ഒരു വെള്ളവും ഇങ്ങനെ ഈ ഗട്ടേഴ്സിലൂടെ പോവുകയാണ്, മഴവെള്ളവും. ആ സമയത്ത് എന്താണ് പറയുന്നത്, റോറിങ് സൗണ്ട് ആണ് കേൾക്കുന്നത്, അലറുന്ന സൗണ്ടാണ്. അപ്പം പുഴയൊക്കെ മഴയത്ത് നിറഞ്ഞു കവിയുന്ന സമയത്ത് എന്താണ്, വലിയ അലർച്ച പോലെ നമുക്ക് തോന്നുമല്ലേ ആ സൗണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഗട്ടേഴ്സിലൂടെ, ഈ ചാനൽസിലൂടെ മഴവെള്ളം പോകുന്ന സമയത്തും തോന്നുന്നത് എന്നാണ് പോയിട്ട് പറയുന്നത്. എന്നിട്ട് വീണ്ടും ആ റെയിനെ ഒന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്, എന്താണ്, വെൽക്കം റെയിൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് വെൽക്കം റെയിൻ എന്ന് പറഞ്ഞത്, വേനലിലെ, സമ്മറിലെ മഴയാണ് അല്ലെ. ഇപ്പൊ സമ്മറിലെ മഴയായതുകൊണ്ട്, മഴക്കാലത്തിന് മുന്നേ ആദ്യം വന്ന മഴയായതുകൊണ്ടാണ് ഇത് പറഞ്ഞത് വെൽക്കം റെയിൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വന്ന മഴയെ വെൽക്കം റെയിൻ എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ പോം ഇതിന്റെ കുറച്ചധികം ഭാഗങ്ങളും കൂടിയുണ്ട്, പക്ഷെ നമുക്കിവിടെ 5ാം ക്ലാസ്സിൽ ഇത്രയേ പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പോയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേനൽക്കാലത്ത് ഒരു ചൂടിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു മഴ കിട്ടിയപ്പോൾ പോയിന്റിലുണ്ടായിട്ടുള്ള ഒരു സന്തോഷം, ഹാപ്പിനെസ് പ്രകടിപ്പിക്കുന്ന ഒരു പോയമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പോയം ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ആക്ടിവിറ്റീസ് മറ്റൊരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്തേക്കുക. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഹാപ്പി ലേണിംഗ്.